കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം നടത്തി. ഒടുവിൽ പ്രതിഷേധം വിജയം കാണുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ ഒതുങ്ങി എന്നാണ് കരുതിയെങ്കിൽ തെറ്റുപറ്റിയിരിക്കുന്നു. മോദിയുടെ പോലീസും പണി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയിലെ അംഗങ്ങൾ പലരും പല കേസുകളിൽ പെട്ടുകിടക്കുകയാണ്. മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹം പ്രതിഷേധം നടത്തിയപ്പോൾ പല സംസ്ഥാനങ്ങളിലും കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ സമരത്തെ പിന്തുണച്ച പ്രമുഖ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയും പോലീസ് തിരിയുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇടതുപക്ഷ നേതാക്കളെ ജയിലിലിടാനുള്ള നീക്കം നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, RSS മുഖമാസികയായ ദ ഓർഗനൈസർ തന്നെ CPM-ഉം ഇടതുപക്ഷ സംഘടനകളുമാണ് ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന് പിന്നിൽ. അവരുടെ ഒത്താശയോടുകൂടിയാണ് സമരം നടന്നത് എന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ പാർട്ടികളും വിദ്യാർത്ഥികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിന് വലിയ ജനപിന്തുണ നൽകിയിരുന്നു. ഇതിൽ SFI നേതാവ് ഐഷി ഘോഷും വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ദില്ലിയിൽ നടന്നിരിക്കുന്നത്. ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് AKG ഭവനിൽ നേരിട്ടെത്തി. 2021 രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇതിൽ ഒരു ഉദ്യോഗസ്ഥ യൂണിഫോം ധരിച്ചിരുന്നില്ല. ഇത് ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചെയ്തു. യൂണിഫോം എവിടെയെന്നും യൂണിഫോം ധരിച്ചു വരാനും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങി. നാടകീയ സംഭവങ്ങളാണ് ഇന്ന് AKG ഭവനിൽ നടന്നത്. ഐഷി ഘോഷ് AKG ഭവനിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഈ സമയം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും പോലീസ് ഉദ്യോഗസ്ഥയോട് സംസാരിക്കുകയും ചെയ്തു. ഏത് കേസിലാണ് പോലീസ് നടപടി എന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചു. പോലീസ് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നും ബ്രിട്ടാസ് പറഞ്ഞു. ഉദ്യോഗസ്ഥ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കേസിനെ പറ്റി തനിക്ക് അറിയാമെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കുറെ വർഷങ്ങളായി ഈ കേസ് പെൻഡിങ്ങിലാണ് എന്നും MP ചൂണ്ടിക്കാട്ടി. ഇതിനിടെയായിരുന്നു യൂണിഫോം എവിടെയെന്ന് MP ചോദിച്ചത്. ഹൈക്കോടതിയിൽ പോയി മടങ്ങി വരുന്നതിനിടെ മഴ പെയ്തു എന്നും മഴ നനഞ്ഞതിനെ തുടർന്നാണ് യൂണിഫോം ഒഴിവാക്കിയത് എന്നുമായിരുന്നു ഉദ്യോഗസ്ഥ പറഞ്ഞത്. തുടർന്ന് യൂണിഫോം ധരിച്ചു വരാൻ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇതോടെ പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. എന്തായാലും ഇന്ന് SFI നേതാവ് ഐഷിയെ അറസ്റ്റ് ചെയ്യാനുള്ള നാടകീയ നീക്കമാണ് ജോൺ ബ്രിട്ടാസ് MPയുടെ ഇടപെടലിനെ തുടർന്ന് പൊളിഞ്ഞത്. ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന് പിന്തുണ നൽകിയ നേതാക്കളെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണോ നരേന്ദ്രമോദി സർക്കാർ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ്.